ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബിന്ദു വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ഒരു ചക്ക അടയുടെ റെസിപ്പിയാണ്. വയണയില വെച്ചുള്ള ഒരു ചക്ക അടയാണ്. വയണയിലയുടെ ഗുണങ്ങളും ഫ്ലേവറും എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ എനിക്ക് വയണയില കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് ആ ചക്കപ്പഴം ഉണ്ടെന്നാൽ ഒരട ഉണ്ടാക്കാം. അപ്പോൾ ചക്ക അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്ക പഴം ഇവിടെ വൃത്തിയാക്കി എടുക്കുകയാണ്. അതിൻ്റെ മടലും കുരുവും ചകിണിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ച് എടുക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, അല്ലാതെ തന്നെ അരഞ്ഞ് കിട്ടും. അപ്പം അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് ഒരു ബൗള് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് ചുവനെ ഇളക്കി എടുക്കുകയാണ്. ഇളക്കിയെടുത്ത മാവിലേക്ക് ചക്കയുടെ പേസ്റ്റ് കൂടി ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറി അരച്ചെടുത്തുകൊണ്ട് വന്ന പേസ്റ്റാണ് അത്. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഇത് അരിപ്പൊടി വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ ഇപ്പം ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് അങ്ങോട്ട് മാറ്റി വെച്ച ശേഷം നമുക്ക് കുറച്ച് തേങ്ങ ഞാൻ ചെറു കഷ്ണങ്ങളാക്കി ഞുറുക്കി ഇട്ട് കൊടുക്കുകയാണ്. തിരുമ്മി വേണ്ടിയവർക്ക് തിരുമ്മി ചേർത്ത് കൊടുക്കാം. ഈ കഷ്ണമാക്കി ഞുറുക്കി ഇടുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിത് കഴിക്കുമ്പോൾ നല്ല ഇടയ്ക്കിടയ്ക്ക് അത് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ കൂട്ടുകാരെ. അതുകൊണ്ടാണ് ഞാൻ അരിഞ്ഞിടുന്നത്. ഞങ്ങൾക്ക് ഇവിടെ അരിഞ്ഞിടുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് അരിഞ്ഞിടുന്നു. തിരുമ്മി ഇടുന്നവർക്ക് തിരുമ്മിയിടാം. അപ്പോൾ അതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1.5 ടീസ്പൂണോളം പിന്നെ ആണെങ്കിൽ ഏലക്കാപ്പൊടിയും ചുക്കും ജീരകവും സ്വല്പം പഞ്ചസാരയും കൂടെ മിക്സിയുടെ ജാറിൽ കൊണ്ടുപോയി പൊടിച്ചെടുത്തുകൊണ്ട് വന്ന് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് 1.5 ടീസ്പൂൺ. എന്നിട്ട് ഇത് മൂന്നും കൂടെ ചൊവ്വിനെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ചക്കയുടെ എല്ലാ വശത്തും ഈ ചുക്കും ജീരകവും ഏലക്കയും എല്ലാം ചെല്ലത്തക്ക രീതിയിലും തേങ്ങാക്കൊത്തും എല്ലാം എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ നമുക്ക് ചൊവ്വിനെ കുഴച്ച് ഒന്ന് മയപ്പെടുത്തി എടുക്കാം. അപ്പോൾ ഇവിടെ അത് കുഴച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഉരുളകളാക്കി എടുത്ത് ഈ ഇലയിൽ വെച്ചിട്ട് നമുക്ക് മടക്കി എടുക്കാം. കുമ്പിൾ കുത്തുന്നവർക്ക് വേണമെങ്കിൽ കുമ്പിൾ കുത്തിയെടുക്കാം. അല്ല ഇങ്ങനെ മടക്കി അട പോലെ ആക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പം ഞാനിപ്പോൾ കുമ്പിളൊന്നും കുത്തുന്നില്ല, ഇങ്ങനെ മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലൊരു ബെല്ല് കാണും. ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബിൻ്റെ അടിയിലൊരു ബെല്ല് കാണും. ബെല്ലിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ താഴെ ആളെന്ന ഓപ്ഷൻ വരും. അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ കൂട്ടുകാരെ. അപ്പം ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ അടയെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു അപ്പച്ചെമ്പിലേക്ക് വെച്ച് ആവി കയറ്റി എടുക്കാം. ഒരു 20 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ച് എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ് ഇത്. ഈ വയണയിലയുടെ ആ നല്ല മണം ഇത് ആ ചക്കയിലൊക്കെ ഒന്ന് പിടിച്ച് ഇങ്ങോട്ട് കിട്ടണം. എന്ത് രുചിയാണെന്നറിയാമോ കൂട്ടുകാർക്ക്? വയണയില കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസണാണല്ലോ, ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചക്ക അട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അട വെന്തു കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.